ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഞങ്ങൾ യാത്ര പോയതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ക്ലിപ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂടെ കോർത്തിണക്കിയ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടുപാത പോലെ തോന്നുന്നില്ലേ? അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ കൂട് നിങ്ങൾ കണ്ടില്ലേ? തൂക്കണാങ്കുരുവിയുടെ കൂട് പോലെ ഉണ്ട് കേട്ടോ. ഗൾഫ് രാജ്യത്ത് ഇതൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ വലിയൊരു അത്ഭുതമാണ്. കുറേ പാറക്കെട്ടുകൾ, കുറേ വൃക്ഷങ്ങൾ. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഒരു മരം കണ്ടില്ലേ? ഇതിൻ്റെ വേരുകൾ പടർന്ന് നിൽക്കുന്നുണ്ടോ? എന്തൊരു പ്രതികൂലമായ കാലാവസ്ഥയിലാണ് കേട്ടോ അത് വളർന്നു വരുന്നത്. അതിൻ്റെ വേരുകൾ കണ്ടോ? ആ കല്ല് വേരിനെ പൊതിഞ്ഞു പിടിച്ചേക്കുവാണോ, വേര് കല്ലിനെ പൊതിഞ്ഞു പിടിച്ചേക്കുവാണോ എന്ന് മനസ്സിലാകാത്ത രീതിയിലാണ് നിൽക്കുന്നത് കേട്ടോ. ആ ഒരു കല്ലിൻ്റെ പുറത്ത് ഫുള്ള് ഡിപ്പെൻഡൻ്റ് ആണ് ആ മരം നിൽക്കുന്നത് നമുക്ക് തോന്നും. പക്ഷേ അത് കഴിഞ്ഞ് അത് താഴോട്ട് പോയിട്ടുണ്ട് കേട്ടോ. എത്ര സ്ട്രോങ് ആയിട്ടുള്ള വേരുകൾ അതിനുള്ളതെന്ന് നോക്കി. ഈ മരുഭൂമിയിൽ ആവശ്യത്തിന് വെള്ളം കിട്ടാതെയാണ് ഇത് വളർന്നിരിക്കുന്നത് ഓർക്കുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നില്ലേ? ചെറിയ മരത്തിന് ഒരു വിത്തിന് ഇത്രയും പറ്റുമെങ്കിൽ മനുഷ്യരായ നമുക്ക് നമ്മുടെ പ്രതികൂല കാലാവസ്ഥകൾ അല്ലെങ്കിൽ പ്രതികൂല കാര്യങ്ങൾ എന്തോരം നേരിടാനുള്ള കഴിവ് ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ. ഒരു ചെറിയ വിത്തായിരുന്നു ഈ മരവും, എന്നിട്ടും അത് ഇത്ര നല്ലതായിട്ട് വളർന്നു വന്നല്ലോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ ബോൺസായി ഒക്കെ നിൽക്കുന്നതിനെക്കാട്ടിലും എത്ര ഭംഗിയായിട്ടാണല്ലേ ഇതിങ്ങനെ അലങ്കരിച്ച് വെച്ചേക്കുന്ന പോലെ നിൽക്കുന്നത്. പിന്നെയുള്ളത് പൂഴിയാണ് കേട്ടോ. ഈ നമ്മുടെ കുഴിയാനെ തപ്പിയെടുക്കുന്ന നാട്ടിലെ പൂഴി മണ്ണില്ലേ, അതും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാണാം പുളിമരം, പുളിമരമാണ് നമ്മുടെ നാട്ടിലെ വാളംപുളിയാണ് കേട്ടോ ഇത് കണ്ടാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇതിൻ്റെ ഉപയോഗം അത്രയ്ക്ക് അങ്ങോട്ട് അറിയത്തില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ വരുന്നവരൊക്കെ തന്നെ, ഇത് കാണാൻ വരുന്ന ആൾക്കാരൊക്കെ തന്നെ ഈ പച്ചപ്പുളിയൊക്കെ പറിച്ചുകൊണ്ട് പോകാറുണ്ട് കേട്ടോ, മീൻകറിക്കകത്തും പിന്നെ ചമ്മന്തി അരയ്ക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇത് വലിയൊരു അത്ഭുതമാണ് കേട്ടോ ഇത് കാണുമ്പോൾ. പിന്നീടുള്ളത് ഈ ഒരു മരമാണ് കേട്ടോ. ഇങ്ങനെ കുറേ മരങ്ങൾ ഇവിടെ ഉണ്ട്. അതിൽ ഈ ഒരു മരം എനിക്ക് അത്ഭുതമായിട്ട് തോന്നി. ആ മരം നിൽക്കുന്ന ഇച്ചിരി ദൂരെയാണ്. അതിൻ്റെ വേരാണ് കേട്ടോ ഈ PVC പൈപ്പ് പോലെ ഇറങ്ങി വന്നിരിക്കുന്നത്. പാമ്പ് ചുറ്റി വളയുന്ന പോലെ ആ മേളിൽ നിന്നുള്ള വേര് ഇടയ്ക്കൊന്നും കാണത്തില്ല, അടി കൂടെ ഒക്കെ പോയി. എന്നിട്ട് പിന്നെ ഇറങ്ങി വന്നിട്ട് PVC പൈപ്പ് ബെൻഡ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ ഈ പാറയുടെ കീഴിലോട്ട് ഇത് കയറി പോയിരിക്കുകയാണ് കേട്ടോ. വലിയൊരു പാമ്പൊക്കെ കിടക്കുന്ന പോലെയും തോന്നും. ചുറ്റി വളഞ്ഞ് അത് ഈ പാറയുടെ അടിയിലോട്ട് എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ അവിടെ നിന്ന് നോക്കി, പക്ഷേ എനിക്ക് മനസ്സിലായില്ല. പിന്നെ അതിൻ്റെ അടിയിലോട്ട് പോകും. പിന്നെ എനിക്ക് പേടിയായിപ്പോയി, അതിനകത്ത് വല്ല ആണലിയോ പാമ്പോ ഒക്കെ ഇരിക്കുമെന്ന്. മരുഭൂമിയിലെ പാമ്പുമാണ്, ഭയങ്കര വിഷമായിരിക്കും. അപ്പോൾ ഇതങ്ങനെ അകത്തോട്ടങ്ങ് കയറി പോവാണ് കേട്ടോ. ഇത് എവിടെ ചെന്നാൽ നിൽക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടിയില്ല. എന്തെല്ലാം അതിശയങ്ങളാണല്ലേ. കണ്ടിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് അതിൻ്റെ വേര് വളർന്നിരിക്കുന്നത്. ആ ഒരു മരത്തിൻ്റെ വേരാണ് കേട്ടോ മുകളിൽ നിന്ന് തന്നെ ഈ പാറക്കഷ്ണങ്ങളുടെയും പൂഴി മണ്ണിൻ്റെ ഇടയ്ക്കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ബൈ ബൈ.